ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പുതിയ പ്രൊമോ നിങ്ങളെല്ലാവരും കണ്ടോ? കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് കാണുക. വേറൊന്നും കൊണ്ടല്ല, ഈ പ്രൊമോ വരുന്നതിനും 1 മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് ഈ പ്രൊമോ കണ്ടവർക്കറിയാം, ഈ പ്രൊമോയിലുള്ള റോബോട്ടിക് ഡോഗിനെ പറ്റി ഞാൻ 1 മണിക്കൂർ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനൊരു ഐറ്റത്തിനെ ലാലേട്ടൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം. ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് ചില ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും കൂടാതെ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ ഫോൺ വിളിച്ചിട്ടും പിന്നെ ചില 1-2 കമൻറ്റുകൾ, ഞാനൊരു കമൻറ്റൊക്കെ ഇവിടെ കാണിച്ചു തരാം. കമൻറ്റിലും ഒക്കെ ആയിട്ട്, എടാ നീയാണോടാ ബിഗ് ബോസ്, നീയാണോടാ എല്ലാം തീരുമാനിക്കുന്നത്, എന്തുവാടാ ഇത്, ചുമ്മാ ഇരുന്ന് പറയാതടാ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരോടാണ്, എടേ ഞാൻ പറയുന്ന എല്ലാം അങ്ങ് ശരിയാവണമെന്നൊന്നുമില്ല, തെറ്റുകൾ എനിക്കും പറ്റും. ഞാൻ ജോത്സ്യനൊന്നും അല്ല കറക്റ്റായിട്ട് എല്ലാം ഹരിച്ചും മുടിച്ചും പറയാൻ. പക്ഷേ ചില കാര്യങ്ങൾ അറിയുമ്പോൾ അത് കറക്റ്റാണ്. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വളരെ റിലവൻ്റ് എന്നല്ലല്ലോ, വളരെ ജെനുവിൻ ഒരു സോഴ്സ് വഴി നമുക്ക് കാര്യങ്ങൾ അറിയുമ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുക. ബാക്കി ആരറിയുന്നതിനെക്കാട്ടിലും മുമ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയണം എന്നുള്ളൊരു സംഗതി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് നേരത്തെ അത് പറഞ്ഞത്. അപ്പോൾ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കളിയാക്കൽ. ഇപ്പം കളിയാക്കിയവരൊന്ന് പോയി നോക്കുക പുതിയ പ്രൊമോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് വരാം. അതിന് മുമ്പ് അപ്പം ഈ റോബോട്ടിക് ഡോഗിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറവുകാരനെ കള്ളാന്നൊന്നും വിളിച്ചോണ്ടാരും വരത്തില്ലല്ലോ. അപ്പം മനസ്സിലാക്കുക, ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വരുവാടെ അതേപോലെയൊക്കെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരാറുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ വല്ലപ്പോഴും പറ്റുന്ന അബദ്ധം മാത്രം കുത്തിപ്പിടിച്ചോണ്ടിരിക്കരുത്. അബദ്ധം പറ്റും. നിങ്ങൾക്ക് അബദ്ധം പറ്റത്തില്ലേ? നിങ്ങൾക്ക് അബദ്ധം പറ്റത്തില്ലേ? ഞാൻ നിങ്ങളെപ്പോലൊരാളാടേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും മുളച്ച് വേറെ പ്രത്യേകിച്ചില്ല. നിങ്ങളെപ്പോലെ ഒരു സാധാ മനുഷ്യനാണ് ഞാനും. തെറ്റുകുറ്റങ്ങൾ അത് മാത്രമേ ഭൂരിഭാഗവും പറ്റാറുള്ളൂ. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡാടേ. അത് ഇപ്പോൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ബാക്കിയുള്ള കാര്യം, അതായത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ലാലേട്ടൻ ഒരു ഉഴപ്പം മട്ടിൽ വലിയൊരു എനർജി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ട പണി ആർക്കൊക്കെയാണോ 7ൻ്റെ പണി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നില്ല. ഇച്ചിരി തണുത്ത മട്ടിലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് അതേപോലെയാണോ എന്ന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഇന്നത്തെ നാളത്തെ കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും ഞാനത് പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അത് പുതിയ പ്രൊമോ ഒക്കെ കാണുമ്പോഴും എനിക്കൊരു സംശയം. ഞാൻ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ പോലെ ഇത്തിരി തണുപ്പം മട്ടാണോ ലാലേട്ടൻ ആരെയാണ് ആർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തത്തമ്മ ഒരു തത്തമ്മ അവിടെ ഇരിക്കുന്നു, ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രതിമ തത്തമ്മ. ആ തത്തമ്മയെ നോക്കിയിട്ട്, തത്തമ്മേ നീ കേൾക്കണോടി, നിനക്ക് കണ്ണില്ല, നീ പോയ എവിടുന്ന്, ഞാൻ ആരും ഇല്ലല്ലേ, ഇവിടെ ആരും ഇല്ല, അപ്പം ഞാൻ തന്നെ ഇരുന്ന് കരയാം എന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ക്യാമറയിലോട്ടൊക്കെ നോക്കി മറ്റേ കരച്ചിൽ കാർഡ് ഇറക്കുന്ന ചില ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഈ ആളുകൾക്കൊക്കെ ഇട്ട് കൊട്ടു കൊടുക്കണ്ടേ? കാരണം ലാലേട്ടൻ ആദ്യമേ പറഞ്ഞത് കരച്ചിൽ കാർഡ് ഇങ്ങനെയുള്ള പരിപാടികളോടെ നടത്തത്തില്ല എന്നാണ്. സോ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നവർക്ക് കൊട്ടു കൊടുക്കണം. ഈ ബിഗ് ബോസിൻ്റെ ഒരു രാത്രി കുറേ എണ്ണം പുറത്ത് കിടപ്പുണ്ടല്ലോ. ഈ പുറത്ത് കിടക്കുന്നവരോട് ഓൾറെഡി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, കട്ടിലിൽ കിടക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും അതിൻ്റെ ചുറ്റും ഇരിക്കണം, ഉറങ്ങാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നല്ല പോത്ത് പോലെ എല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിയമലംഘനങ്ങളാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യണം. ഈ നിയമലംഘനങ്ങൾ നടത്തിയ എല്ലാത്തിനും പണി കൊടുക്കണം. അനുമോളുടെ കേസ് തന്നെ, ജയിലിനകത്ത് ഉള്ള സമയത്ത് പുറത്ത് ടോയ്ലറ്റിൽ പോകാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ അതിനിടയ്ക്ക് വന്ന് പല്ല് തേക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് നല്ല പണി കൊടുക്കണ്ടേ? അതാണല്ലോ ഒരു ഷോ ആകുമ്പോൾ അതല്ലേ ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ടാണോ ലാലേട്ടൻ എന്ന് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ കൊടുക്കണ്ടേ? പണി കൊടുക്കണ്ടേ? അങ്ങനെയുള്ള കറക്റ്റായിട്ട്. പിന്നെ അക്ബറിൻ്റെ കേസ്, അതിൽ നമ്മുടെ പ്രൊമോയിൽ തന്നെ, ആദ്യം വന്ന പ്രൊമോയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ലാംഗ്വേജ്. ഈ ഒരു പേരിടൽ പരിപാടിയിൽ കുറച്ച് ബോറായിട്ട് സെപ്റ്റിക് ടാങ്ക് അത് അർഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ പിന്നെ വേറെ തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, എല്ലാ സ്ത്രീകൾക്കും വിധവകൾക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അത് വേറെ സൈഡിലോട്ട് മാറിപ്പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ മാറുമ്പോൾ അതൊരു പ്രശ്നമാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷ അക്ബറിനും കൊടുക്കാം. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ടാണോ കൊടുക്കുന്നത്? അപ്പാനി, അനീഷ്, എല്ലാവരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുമ്പം ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എന്താണെങ്കിലും ഈ ഒരൊറ്റ ആഴ്ച വിലയിരുത്തിയപ്പോൾ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്
കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് എന്തായാലും നന്നായിട്ടുണ്ട്. അത് ഞാൻ പറയും. ഞാൻ ഈ പറഞ്ഞതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ താഴെ പറയുക, താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ യോജിക്കുന്നവർ അതും ഒന്ന് പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഞാൻ ആ പറഞ്ഞതിനോട് യോജിക്കുമെന്നാണ്. കഴിഞ്ഞ സീസണെ വെച്ച് നോക്കുമ്പം ഈ സീസൺ ആദ്യത്തെ ഒരാഴ്ച കളറായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞാൽ തെറ്റായി പോവും. എല്ലാവരും ഒന്നും അങ്ങനെ കണ്ടന്റ് തന്നിട്ടില്ല. ചില ഐറ്റങ്ങൾ കരച്ചിൽ കണ്ടന്റ് മാത്രം. ചിലവർ മറ്റേ ശൈത്യമൊക്കെ ഒന്നുമില്ല, ഒരു കാര്യമില്ല, രാത്രിയിൽ കിടന്ന് ഉറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ, അതും നിയമലംഘനം അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ശാരീരികയാണെങ്കിലും ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും പോയി പറയി പിടിച്ച് മറ്റേ കണവണ, അല്ലാതെ ഗെയിമോ ടാസ്കോ ഒന്നും ഒരു അവരുടേതായിട്ടുള്ള ഒന്നും ഇൻപുട്ട് ഇട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കോമണർ ആണെങ്കിൽ പോലും ഈ ഒരാഴ്ച ചൊറിഞ്ഞ് എല്ലാവർക്കും പണി കൊടുത്ത് എല്ലാവരെ കൊണ്ട് നിയമലംഘനം നടത്തിച്ച ഒരു ഐറ്റമാണ് നമ്മുടെ ഇത്തവണത്തെ കോമണർ. ചില സമയത്ത് തോന്നും ഇവനൊരു മണ്ടനാണോ, പക്ഷെ ചില സമയത്ത് തോന്നും ഇല്ല ഇവ പണി നടത്തും. ഈ ഒരു സാധനം ഇട്ട് തരുന്ന ഒരു കോമണറാണ് എന്തായാലും ഇത്തവണ ഉള്ളത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരാഴ്ച എനിക്ക് പേഴ്സണലി ഓക്കെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഗെയിം ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കണ്ടന്റുകൾ കിട്ടും. നമുക്ക് കുറേ കാര്യങ്ങൾ ചുരന്ന് നോക്കി പറയാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. വേറെ പ്രത്യേകിച്ച് ഗംഭീരമായിട്ടുള്ള, പിന്നെ റോബോട്ടിക് ഡോഗ് അവനെ വൈൽഡ് കാർഡ് പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇനി എപ്പിസോഡ് വരട്ടെ, അധികം താമസിക്കാതെ തന്നെ എപ്പിസോഡ് വരും. എപ്പിസോഡ് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറയാം. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട്, എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ ആദ്യമേ പറയേണ്ടതായിരുന്നു, മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.